സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വീണ്ടും വരികയാണ്. ഒരു ശല്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ കാണാതിരിക്കുക. എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. നമ്മൾ എന്ന പുതിയ ലോകത്തിലാണ് ജീവിക്കുന്നത്, പഴയ കാലമല്ല. പഴയ കാലത്ത് അന്യോന്യം സ്നേഹിക്കുകയും അവരെ അന്യോന്യം സഹായിക്കുകയും ജീവിച്ചിരുന്നു. അപ്പൻ പുരയിടത്ത് കിടക്കാൻ പോയാൽ മോൻ കൂടെ പോവുമായിരുന്നു. ഇന്നതല്ല. ഇന്ന് എല്ലാ മനുഷ്യരും അല്പം ചിന്തിക്കാരമാണ്. അതായത് നമ്മൾ വേറൊരാൾക്കൊരു ബാധ്യത ആയിത്തീരരുത്. ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു തന്നെ ചെയ്ത് പടുത്തുയർത്തിയതാണെങ്കിലും അവർക്ക് നമ്മളൊരു ബാധ്യതയായി മാറും. അത് ഞാൻ 2 ദിവസം മുമ്പ് പാടിയ ഒരു പാട്ടിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാം. വെയിലത്ത് നടക്കുമ്പോൾ തണലിന് കൊതിക്കും, തണലത്ത് നിൽക്കുമ്പോൾ താനേ മറക്കും, നിന്നിഴൽ കൊണ്ട് നീ നിന്നെ മറയ്ക്കും, ആദിയിലേക്ക് നീ അറിയാതൊഴുകും. അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. അതായത് എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, പക്ഷെ മലയാളത്തിൽ 0 ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു മനുഷ്യനും ഒരു തണലില്ലാതെ, ഒരു ചെടിയും ഒരു തണലില്ലാതെ, സംരക്ഷണമില്ലാതെ വളരാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് എല്ലാ മനുഷ്യനും. ഒരു മനുഷ്യനും ഞാൻ ഇന്ന് എൻ്റെ സ്വയം പ്രയത്നം കൊണ്ടാണെന്ന് പറയാനൊക്കത്തില്ല. അതിൻ്റെ പുറകിൽ എത്ര പേരെ ഒന്നീ മാതാപിതാക്കന്മാർ അല്ലെ വേറൊരാൾ എങ്ങനെങ്കിലും സഹായം ഉണ്ടായി നീ ഈ നിലയിൽ വന്നാണ്. പക്ഷേങ്കിൽ അതാണ് ഈ തണൽ വന്ന് നിനക്ക് വളരാനൊരു തണൽ തന്നത്. നീ ക്ഷീണിക്കാതെ വളരാൻ ഒരു തണലായി നിന്നവരെ നീ മറക്കരുത്. പക്ഷെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മനുഷ്യർ അവർക്ക് തണലത്ത് നിൽക്കുമ്പോൾ അവർ സ്വയമേ മറന്നു പോകുന്നു പഴയ കാലങ്ങളെക്കുറിച്ച്. എനിക്ക് ഈ തണൽ എവിടുന്ന് കിട്ടി, ആ തണലിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ ഈ തണലില്ലാതെ പോകുമോ? പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം എനിക്ക് തണൽ കിട്ടി, സുഖം. തണൽ നിൽക്കുമ്പോൾ താനേ മറക്കും, നിന്നിഴൽ കൊണ്ട് നീ നിന്നെ മറയ്ക്കും. ഒടുവിൽ വരാൻ പോകുന്നത് ഈ തണലില്ലാതെ പോകുമ്പോൾ എന്ത് വലിയ സൗകര്യമാണെങ്കിലും മട്ടുപ്പാവ് കെട്ടിയാണെങ്കിലും ആ തണലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ആ തണലില്ലാതെ പോകുമ്പോൾ നിന്നിഴൽ കൊണ്ട് നീ നിന്നെ മറയ്ക്കും. നിഴൽ എവിടുന്നാണ് ഉണ്ടാകുന്നത്? സൂര്യൻ പ്രകാശിച്ച് നമ്മുടെ അടിക്കുമ്പോൾ നമ്മുടെ നിഴലാണ് അവിടെ. ആ നിഴലിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഒടുവിൽ എവിടെ ആ നിഴൽ നമ്മളെ സഹായിക്കുമോ? നീ ഇല്ലാതാവുമ്പോൾ ആ നിഴലെവിടെ? നീ നിലനിൽക്കണമെങ്കിൽ നിൻ്റെ പഴയ തണൽ വൃക്ഷത്തെ ഓർക്കണം. നമ്മുടെ കടമ എന്തുവാണ്? ഞാൻ ഏത് തണലിൽ കൂടി ആരെനിക്ക് തണൽ തന്നു, ആരെന്നെ സഹായിച്ചു, തണലായി നിന്നവരെ മറക്കാതെ എൻ്റെ കടമയാണ് മറ്റുള്ളവർക്കും തണലാകുക എന്നുള്ളത്. വെയിലത്തൊരു ചെടി വാടി പോകാതിരിക്കാൻ ഒരു വൃക്ഷം തണൽ കൊടുക്കുന്ന പോലെ നമ്മളും മറ്റുള്ളവർക്ക് തണലാകണമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അതില്ലാതെ പോയാൽ KP യോഹന്നാൻ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് പോലും എല്ലാം അവകാശങ്ങൾ പിടിച്ചു പറിച്ച് കിഴക്ക് ശബരിമല വിമാനത്താവളത്തിന് ആ എസ്റ്റേറ്റ്
ഏതോ വെളിയിലത്തെ കമ്പനിക്ക് കേരള ഗവൺമെൻറ് ലീസിന് കൊടുത്തതാണ്. ലീസിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് KP യോഹന്നാൻ്റെ വരണമെങ്കിൽ അത് കേരള ഗവൺമെൻറ് അറിയാതെ പോകത്തില്ല. എന്നാൽ ഇതെങ്ങനെ അവിടെ പോയി കേരള ഗവൺമെൻറ് അറിഞ്ഞില്ലെന്ന് നോക്കട്ടെ. ഇതെങ്ങനെ KP യോഹന്നാൻ്റെ പോയി എന്ന് കേരള ഗവൺമെൻറ് അന്വേഷിച്ചോ? ഇല്ല. അവിടെ അവർ ചെയ്ത് നേരെ പോയി KP യോഹന്നാന് കാശ് കൊടുത്ത് ആ സ്ഥലം മേടിച്ച് എയർപോർട്ട് പണിയാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് വെച്ചു. നിസ്സാര കാര്യം, കൊച്ചിയിൽ കപ്പൽ മുങ്ങിയപ്പം ഉടനെ വേണ്ടപ്പെട്ട പറഞ്ഞു ഒരു കുഴപ്പമില്ല, മത്സ്യങ്ങൾക്ക് ഒന്നും വരത്തില്ല, അങ്ങനെയില്ല. പിന്നെ അവരുടെ പേര് കേസും എടുക്കുന്നില്ല, കാരണം ഇത്ര നോട്ടിക്കലിനപ്പുറത്താണ്. അത് നമുക്ക് കേസെടുക്കാനൊക്കത്തില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം ഉണ്ട്. അത് മറച്ചു വെച്ചിട്ടാ പബ്ലിക്കിനെ വിഡ്ഢിയാക്കിയത്. ഇപ്പം ഇവിടെ കേസെടുത്തു. നിസാരം. ഈ കേസെടുക്കുന്നതിന് മുമ്പേ ഇത് ഇത്ര നോട്ടിക്കൽ മൈൻ അകലെയാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊക്കെ കേസെടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിലെ പ്രധാനി പോയി ഷിപ്പിംഗ് കമ്പനിയുടെ ആളുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. എന്താ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാകാനായിട്ട്. വടക്ക് ഉരുളുപൊട്ടി ഇപ്പോഴും കോടികൾ പിരിച്ചു കൊടുത്തത് എവിടെ അന്നറിയിട്ടില്ല. അവരിന്നും ചള്ളലും എടുത്ത് അവിടുത്തെ ഇപ്പം ജീവനോടുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു. അവരെങ്ങനെ പോകുന്നു, അവരുടെ ആഹാരം എങ്ങനെ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇതാണ് ഇന്നത്തെ കാലം. പണത്തിന് വേണ്ടി നമ്മൾ ആരെയും വിൽക്കും. അപ്പഴെന്നല്ല, അമ്മയല്ല, ഭാര്യയെന്നല്ല, മക്കളെന്നല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കും. എനിക്ക് കാശ് മതി. അപ്പൻ കാശ് വന്നില്ലല്ലോ, അപ്പനെ വെട്ടിക്കൊല്ലുക. അപ്പൻ ഭർത്താവ് സുഖജീവിതം നടന്നില്ല, ഭർത്താവിനേക്കാൾ നല്ല ഒരുത്തിനെ കണ്ടാൽ അവൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ ഇട്ടേക്ക് പോവുക. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ആ സ്ത്രീ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഞാൻ കൊണ്ടുവന്നതല്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ലോകം. സ്നേഹമെന്ന് പറഞ്ഞ കാര്യമില്ല, ആത്മാർത്ഥതയില്ല, എന്തുവാ കുടുംബജീവിതം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇന്ന് മനുഷ്യന് വേണ്ടി സന്തോഷം. പക്ഷെങ്കിൽ ആ സന്തോഷം കിട്ടണമെങ്കിൽ സമാധാനമുണ്ടായിരിക്കണം. ആ സമാധാനം ആര് തരുന്ന? ദൈവം തരുന്നതാ. ദൈവം തന്നിച്ചു പോയതാ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിച്ചു പോകുന്നു. ആ സമാധാനത്തെ ഉപേക്ഷിച്ച് സന്തോഷത്തിൻ്റെ പുറകെ പോയാൽ എവിടെ? ഒരു നേരത്തെ ആഹാരം സമാധാനമില്ലെങ്കിൽ രുചി അറിഞ്ഞ് ഭക്ഷിക്കാൻ ഒക്കുമോ? എന്തെങ്കിലും കഴിക്കാൻ ഒക്കുമോ? എപ്പോഴും വേവലാതിയാണ്. അതെന്തിൻ്റെ വേവലാണ്? നമ്മൾ ചെയ്ത തെറ്റുകൾ അതെവിടെ ചെന്ന് അവസാനിക്കും? എന്തിനു വേണ്ടി ചെയ്തിട്ട്? പണത്തിന് വേണ്ടി. ഇതൊക്കെ ജീവിതം. ഇന്ന് ഞാൻ പറയുന്ന മക്കളെ, നമ്മൾ ആർക്കും ഒരു ബാധ്യതയാകരുത്. നിങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, ആരെയൊക്കെ സംരക്ഷിച്ചു, അതൊന്നും ഇവിടെ ആരും നോക്കത്തില്ല. നമ്മൾ ഒരു ക്ഷീണവശമെന്ന് കണ്ടാൽ ഉടനെ അവർ തള്ളിപ്പറയും, നീ എന്തോ ചെയ്തു. അത് കേൾക്കാനിടയാകരുത്. ഒഴിഞ്ഞുകൂടി ഒരു കോണിലിരിക്ക് വീട്ടിൽ, അല്ല എങ്കിൽ വൃദ്ധസാനത്തിൽ പോവുക. വൃദ്ധസാനം ഇപ്പോൾ ആവശ്യത്തിലെല്ലാം കച്ചവടമാണല്ലോ. വൃദ്ധസാനം ഒന്നല്ല, എല്ലാം കച്ചവടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിഞ്ഞുകൂടി ഒരു കോണിരിക്കുക. എന്നാൽ ഓർക്കേണ്ടത് ഇന്നത്തെ തലമുറയാണ്. തണലെവിടുന്ന് കിട്ടി എന്ന് മറന്നു പോകരുത്. ആ തണലില്ലാതെ പോകുമ്പോൾ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തണലിനെ മറന്നുപോയാൽ
അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനും ആത്മാർത്ഥതയോടുകൂടി ഒന്നും ആർക്കും വേണ്ടി ചെയ്യുന്നില്ല. കേരളം തന്നെ നശിപ്പിക്കാനായിട്ടാണ് കേരളം ഭരിക്കുന്നവർ നോക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗതി എന്താ കേരളത്തിൽ ഇപ്പോഴത്തെ? ഇത് കണ്ടു 20 വർഷത്തിന് ശേഷം ഒരാൾക്ക് PhD കൊടുത്തിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും ഭാര്യമാർ ഓരോ കോളേജിലും വലിയ വലിയ കമ്പനികളുടെ ഉയർന്ന പോസ്റ്റുകളിലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വന്നെന്ന് പറയട്ടെ എന്ന കാരണയുടെ അറിവില്ല. എല്ലാം ഡോക്ടറേറ്റും മറ്റേതൊക്കെയാണ്. അതിൻ്റെ ഒരു ബിന്ദു ഈയിടെ ഒരു പ്രസംഗിച്ചു, അറിയാമല്ലോ എല്ലാവർക്കും. ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഉറങ്ങിക്കൂടി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ എവിടെയെങ്കിലും വയ്യെങ്കിലും ജോലി സമ്പാദിച്ച് ആഹാരം കഴിച്ചുകൊണ്ട് ഒരു കൂരയുടെ കോണിൽ ഒതുങ്ങിക്കൂടുക. അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ജീവിച്ചിരുന്നവൻ, ദൈവമേ എനിക്ക് ഈ ഒരു നേരത്തെ ആഹാരം നീ തന്നതിൽ എനിക്ക് വളരെ സന്തോഷം, ഇതുപോലെ മതി എനിക്കെൻ്റെ ജീവിതം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ, ഇന്നത്തെ കാലം ഒരു തണലും ആർക്ക് തണലായി എന്ന് ആരും ചിന്തിക്കത്തില്ല. എല്ലാം മറന്നുപോയി. ഇവരൊടുവിൽ സ്വയമേ അല്പം ആശ്വാസം തണല് കിട്ടാൻ ഏത് കൊടിയ കുമ്പത്ത് പോയാലും ഇവരൊരു നാളിൽ ഇങ്ങനെയുള്ളവരെ മറന്നുപോയാൽ ഒരു തണല് കിട്ടാൻ, ഒരു ആശ്വാസം കിട്ടാനായിട്ട് ഓടി നടക്കുന്ന സമയമുണ്ടാകും. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ.